നമസ്കാരം. ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലിയോ 14 മാർപ്പാപ്പയുടെ സ്പെയിൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് മാഡ്രിഡ് അതിരൂപത. സന്ദർശനത്തിന്റെ തീയതികളും പരിപാടികളും ഉൾക്കൊള്ളുന്ന സന്ദേശങ്ങൾ വാട്സാപ്പിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും വ്യാപകമായി പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അതിരൂപത ഔദ്യോഗിക വിശദീകരണവുമായി രംഗത്തെത്തിയത്. മാർപ്പാപ്പ സ്പെയിൻ സന്ദർശിക്കുവാനുള്ള തന്റെ ആഗ്രഹം നേരത്തെ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വത്തിക്കാൻ പ്രസ് ഓഫീസിൽ നിന്നാണ് വരേണ്ടതെന്ന് അതിരൂപത ഓർമ്മപ്പെടുത്തി. വിദ്യാഭ്യാസ രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് CEIR ഗ്ലോബൽ നൽകുന്ന 2025 11ാമത് മാർക്ക് ഓഫ് എക്സലൻസ് അവാർഡിന് അർഹനായി മുണ്ടക്കയം കള്ളിവയലിൽ പാപ്പൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ വർഗീസ് പുളിക്കൻ. കഴിഞ്ഞ 18-ാം തീയതി കോവളത്ത് വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് മുൻ ഇന്ത്യൻ അംബാസിഡർ TP ശ്രീനിവാസൻ IFS പുരസ്കാരം സമ്മാനിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ ഫാദർ വർഗീസ് പുളിക്കൽ നടപ്പിലാക്കിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളും നേതൃത്വ പാഠവുമാണ് അദ്ദേഹത്തെ ഈ നേട്ടത്തിന് അർഹനാക്കിയത്. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുന്നതിലുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ആത്മവിശ്വാസവും കഠിനാധ്വാനവും ചടങ്ങിൽ പ്രത്യേകം പരാമർശിക്കപ്പെട്ടു. കള്ളിവയലിൽ പാപ്പൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച അദ്ദേഹം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ പ്രചോദനമാണ്. അൽമായരുടെ ആത്മീയവും ദൈവശാസ്ത്രപരവുമായ അറിവ് വർദ്ധിപ്പിക്കുന്നതിനായി മൈസൂർ രൂപത പുതിയ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിച്ചു. മൈസൂർ ഡയോസിയൻ സർവീസ് ഓഫ് കമ്മ്യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ബൈബിൾ ആൻഡ് ലിറ്റർജി എന്ന വിഷയത്തിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മൈസൂർ ബിഷപ്പ് ഫ്രാൻസിസ് സറാവോ എസ്റ്റയുടെ മാർഗനിർദ്ദേശത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഫാദർ ജോസഫ് മേരി, ഫാദർ വിജയരാജ് ജോണറ്റ് എന്നിവർ കോഴ്സിന് നേതൃത്വം നൽകും. മൈസൂർ രൂപതയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമായി ഏകദേശം 140ഓളം അൽമായർ ഇതിനോടകം തന്നെ കോഴ്സിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിൽ ദയാവധം നിയമവിധേയമാക്കുവാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പാരീസിൽ വമ്പൻ പ്രതിഷേധ പ്രകടനം. ജീവിതത്തിന് വേണ്ടിയുള്ള മാർച്ച് എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ വാർഷിക പരിപാടിയിൽ ഏകദേശം 10,000ഓളം പേർ പങ്കെടുത്തതായാണ് സംഘാടകർ അറിയിക്കുന്നത്. ഫ്രഞ്ച് സെനറ്റിൽ ദയാവധം അനുവദിക്കുന്ന പുതിയ നിയമത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നുവരികയാണ്. ഈ ബില്ലിനെ ശക്തമായി എതിർത്തുകൊണ്ടാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയത്. ദയാവധമോ ഗർഭചിത്രമോ വാഗ്ദാനം ചെയ്യുന്നതിലല്ല, മറിച്ച് ഏറ്റവും ദുർബലരായ വ്യക്തികളെ സ്നേഹത്തോടെയും കരുതലോടെയും കൂടെയിരുന്ന് പരിചരിക്കുന്നതിലാണ് മനുഷ്യന്റെ അന്തസ്സ് അടങ്ങിയിരിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി. ജനുവരി 28-ന് ഫ്രഞ്ച് സെനറ്റ് ഈ ബില്ലിന്മേൽ വോട്ട് രേഖപ്പെടുത്താനിരിക്കെയാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. കത്തോലിക്ക സഭാ നേതാക്കളും വിവിധ പ്രോലൈഫ് സംഘടനകളും പ്രതിഷേധത്തിന് പിന്തുണയറിയിച്ചു. ബൊളീവിയയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കുമിടയിൽ സമാധാനത്തിനായി ആഹ്വാനം ചെയ്ത് സാന്താക്രൂസ് ആർച്ച് ബിഷപ്പ് മോൺസിഞ്ഞോർ റെനെ ലേക്ക് സിസാരി. രാജ്യത്ത് തുടരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കും റോഡ് ഉപരോധങ്ങൾക്കും ഇടയിൽ വിശ്വാസികൾ മറ്റുള്ളവർക്ക് പ്രകാശമായി മാറണമെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. സാന്താക്രൂസ് കത്തീഡ്രലിൽ നടന്ന ഞായറാഴ്ച പ്രസംഗത്തിലാണ് അദ്ദേഹം രാജ്യത്തെ നിലവിലെ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ച് പ്രതികരിച്ചത്. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുവിനെ പോലെ ക്രിസ്ത്യാനികളും സമൂഹത്തിൽ സമാധാനത്തിന്റെയും പ്രകാശത്തിന്റെയും ദൂതന്മാരാകണമെന്ന് ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമാണോ അതോ തടസ്സമാണോ ഉണ്ടാക്കുന്നതെന്ന് ഓരോരുത്തരും ചിന്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.